ഡേ വാതിലൊക്കെ തുറന്നിട്ടിട്ട് ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് എന്തെടുക്കുക? അതുപോലെ എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുക, നിന്റെ ഫോണിൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്. ഓ, ഞാൻ അറിഞ്ഞില്ലടി. 24 മണിക്കൂർ ആ ചെറുക്കൻ്റെ കയ്യിലല്ലേ ഫോണ്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അത് സ്വിച്ച് ഓഫ് ആക്കി കൊണ്ടുവെക്കും. എന്നാൽ അത് കുത്തിയിട്. അവൻ അത് ചെയ്യത്തില്ല. ആരെങ്കിലും വിളിച്ചാൽ പോലും അറിയുമോ? ഇതിപ്പോൾ നീ പറഞ്ഞോടെ അറിഞ്ഞ്. നീ എന്തായിരുന്നു വിളിച്ചേ? ആ, കൊള്ളാം, നീ മറന്നാ. ഞാൻ അവനെ വിളിച്ചപ്പം അവൻ പറഞ്ഞ് നിന്റെ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് മിന്നുമോടെ ഫീസ്. അവളാണെങ്കിൽ കോളേജിൽ പോകാൻ നിൽക്കുക. എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുമെന്നറിയാവാ. നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പിള്ളേർക്കൊന്നും ഫോണൊന്നും കൊടുക്കരുത് കളിക്കാനായിട്ടൊന്ന്. ഇന്നൊരു അത്യാവശ്യത്തിനല്ലേ മനുഷ്യൻ വിളിക്കുന്നത്. വിളിച്ച് വിളിച്ച് മനുഷ്യന് ഉപ്പാട് വന്നു. നീ പൈസ പെട്ടെന്ന് എടുത്താ. എൻ്റെ അടുത്ത് ഇക്ക രാവിലെ പറഞ്ഞാടി നിന്റെ കൊണ്ട് കൊടുത്തേക്കണേന്ന്. മറക്കല്ലേന്ന് പറഞ്ഞത്. സത്യത്തിൽ ഈ പിള്ളേരുടെ കൂടെ വാട്ടലിച്ച് ഞാൻ അങ്ങ് മറന്നുപോകും. കഷ്ടമായിപ്പോയി. എടീ, രാവിലെ ഇത് ഇവിടെ കഴിക്കാൻ അവിടെ അങ്ങ് ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ല. പിള്ളേർക്കാണെങ്കിൽ ചായ കുടിച്ചാൽ ഞങ്ങൾക്കൊന്നും വേണ്ട. എന്താ ഇവിടെ ഉണ്ടാക്കിയെന്ന്? ഇവിടെ നല്ല ചൂട് ദോശയും സാമ്പാറും ഉണ്ട്, ചമ്മന്തിയും ഉണ്ട്. വേണോ? എന്നാൽ പിന്നെ ഇതൊരു കാര്യം ചെയ്യും, അതുകൂടെ ഒരു പാത്രത്തിലാക്കി താ. ദോശ എന്ന് പറഞ്ഞാൽ മിന്നും ചാവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ദോശയും സാമ്പാറും എന്ന് പറയുമ്പോൾ. അതും കൂടെ പാത്രത്തിലാക്കി താ, പെട്ടെന്നാവട്ടെ. ആഹാ. എടി, പിന്നെ പൈസ കിട്ടിയില്ലല്ലോ അവന്. നാളെ വാടക പൈസ കൊടുക്കേണ്ടതല്ലേ? അല്ലേ തന്നെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയ ഭയങ്കര ശല്യമാണ്. ഇപ്പം അവനെ വിളിച്ചിട്ടും കിട്ടുന്നുമില്ല. നാളെ അയാൾ രാവിലെ തരുവേ പൈസയ്ക്കേ. അതാ. നിന്നെ രാവിലെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. ബിസിയെന്നോ റേഞ്ച് ഇല്ലെന്നോ ഏതാണ്ടെന്ന് പറയുന്ന കേട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ പോയത്. ഞാൻ പിന്നെ ഉമ്മ വന്ന തിരക്കില്ല, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പം നീ വരുമല്ലോ വിളിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ നാളെ കിട്ടുമ്പോൾ നാളെ അങ്ങ് അയച്ചു കൊടുക്കാടി. ഓ, വല്ലാത്തൊരു അങ്ങേര് തന്നെ. ഓ, ഒരു ഇതുണ്ടെങ്കിൽ അയാളെ നീ വീടെടുക്കരുത്. ഭയങ്കര ശല്യം തന്നെ അങ്ങേരെ കൊണ്ട്. എന്തായാലും നാളെ തന്നെ കൊടുക്കാടി നമുക്ക്. ആ, മതി. നാളെ കൊടുത്താലും മതി. അല്ല, അയാൾ നേരം വിളക്കുമ്പോൾ വരുവേ. അപ്പോൾ അനുപയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ടാ. എന്തുണ്ട് വിശേഷം നിന്റെ? ഓ, എന്ത് വിശേഷം, ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഞാൻ ഈ വാടക പൈസ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നതാണേ. അയാളൊരു വല്ലാത്തൊരു മനുഷ്യനാ. അയാളും അതന്നെ, അയാളുടെ ഭാര്യയും അങ്ങനെ. അപ്പം അവനാ തരുന്നതേ. വാടക കൊടുക്കേണ്ട ദിവസം തലേന്നാകുമ്പോൾ അവൻ പൈസ അയച്ചിരുന്ന. ഇത്ര നേരമായിട്ടും കണ്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അവനെ. അപ്പോൾ അവനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി വന്ന. ഉമ്മ ഇപ്പോൾ വന്നായിരുന്നു. ആ, ഞാൻ ഇന്നലെ രാത്രി വന്നായിരുന്നു. അല്ല, നിന്റെ കെട്ടിയവനിന്ന് ജോലിക്കും വേലയ്ക്കും ഒന്നും പോകത്തില്ലേ? ഉം. അങ്ങേർക്ക് കുടിക്കാൻ തന്നെ തികയുന്നില്ല. കിട്ടുന്ന പൈസ മുഴുക്ക തന്നെ അയാൾ കുടിച്ച് തീർക്കുക. ജോലിക്ക് തന്നെ പോകുന്നത് കള്ളു കുടിക്കാനായിട്ടാണ്. എൻ്റെ മക്കളുടെ കാര്യം നോക്കാനൊന്നും അങ്ങേർക്ക് സമയമൊന്നുമില്ല. നമ്മൾ ആരോടൊന്ന് പരാതി പറയാനാ? അങ്ങേറെ വീട്ടുകാർക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവരെന്ത് ചെയ്യാനാന്നാ ചോദിക്കുന്നത്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ ജീവിക്കുന്ന ഇളയ മോൻ്റെ കാരണത്തിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ മോടെ കാര്യമൊക്കെ തന്നെ ഇവനെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് തന്നെ. ഇവനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് തന്നെ. എന്നും രാവിലെ കുളിച്ചൊരുങ്ങി പോകും, വൈകുന്നേരം ആകുമ്പോൾ 4 കാലയിൽ വരും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? തിന്നാനും കുടിക്കാനും ഒക്കെ വീട്ടിൽ നിന്ന് വേണ്ട. വല്ലോടെന്നൊക്കെ മൂക്കറ്റം കഴിച്ചോണ്ട് വരും. ഞാനും എൻ്റെ മക്കൾ തിന്നോ കുടിച്ചോ ഒന്നും അറിയണ്ട അയാൾക്ക്. ഞങ്ങൾ തന്നെ അവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അയാൾക്ക് അറിയണ്ട. ഇങ്ങനെ നടക്കുന്നു ഒരു പാഴ് ജന്മം. അങ്ങനെയുള്ളവർത്തനാണെങ്കിൽ നീ പിന്നെ എന്താ ചെയ്യണം? നീ നീ വേലയ്ക്ക് ഇറങ്ങിപ്പോണം. എത്രയോ പെണ്ണുങ്ങളുണ്ട് കെട്ടിയന്മാർ ജോലിക്കും വേലയ്ക്കും പോകാത്തവർ. പെണ്ണുങ്ങളാകുമ്പോൾ വല്ല തൊഴിലുറപ്പിനാ അല്ലെങ്കിൽ പോട്ടെ സ്ഥിര വരുമാനത്തിനാണെങ്കിൽ വല്ല കടയിലാ തൂപ്പുജോലിയോ എന്തും വേണ്ടി ഇഷ്ടം പോലെ ജോലിയുണ്ടല്ലോ. അതിനൊക്കെ നല്ല ശമ്പളമുണ്ട്. നിൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ കടന്നു പോകുമല്ലോ. എപ്പോഴും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. എനിക്കതൊന്ന് ശ്രമിച്ചൂടെ? അതും ഞാൻ നോക്കിയതാ ഉമ്മ. പലയിടത്തും നിന്നിട്ടുമുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം അറിയുമ്പം തന്നെ അയാൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും, ബഹളമാകും. എന്നെക്കൊണ്ട് ആ ശമ്പളം മേടിക്കാൻ സമ്മതിക്കത്തില്ല. പകുതിയാകുമ്പോഴത്തേക്ക് തന്നെ അയാൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. പിന്നെ അവിടുത്തെ ജോലി നോക്കണ്ട, അവർക്ക് നാണക്കേടാന്നും പറഞ്ഞുകൊണ്ട് അവരെന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അങ്ങനെ പല സ്ഥലത്തും ഞാൻ പോയി നിന്നു. അവസാനം നാണം കെട്ടി നിന്നപ്പോഴാണ് ഇവൻ പറഞ്ഞത് ഇനി ജോലിക്കുടെ കാര്യമൊന്നും മോൻ നോക്കണ്ടെന്ന്. എന്ത് ചെയ്യാനാമ്മ? ബന്ധം ഒഴിയാന്ന് വെച്ചാൽ അയാൾ അതിനും സമ്മതിക്കത്തില്ല. എങ്ങനെയെങ്കിലും വേലയെടുത്ത് ജീവിക്കാൻ നോക്കിയാൽ അതും സമ്മതിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യും? എത്രയെന്നും പറഞ്ഞ് ഞങ്ങൾ പട്ടിണി കിടക്കുന്നത്. എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കണ്ടേ? അവളെങ്കിലും എങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചെടുത്താൽ അത്രയും ആയെന്നും പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ എൻ്റെ ആങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ഇതുമില്ല.
എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിനും അവനെ ഞാൻ ശല്യം ചെയ്യാൻ ഞാൻ വരുത്തില്ല. ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. രണ്ടുപേര് വീട്ടിൽ ജോലിക്ക് പോയിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. എൻ്റെ മോനും മരുമോളും ഒക്കെ ജോലിക്ക് പോകുന്നുണ്ട്. അവർക്ക് കൊണ്ടുവന്നതിന് അവരുടെ പിള്ളേരുടെ കാര്യത്തില്ല, വീട്ടിലെ കാര്യങ്ങൾക്ക് ഒന്നും തികയുന്നില്ല. അപ്പോൾ പിന്നെ ഒരാളുടെ വരുമാനത്തിൽ ഈ രണ്ട് വീടും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ചിലവ് നോക്കണം, ആ വീട്ടിലെ ചിലവ് നോക്കണം, ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, അവിടുത്തെ പിള്ളേരുടെ കാര്യം നോക്കണം, ഇവിടെ കാര്യം നോക്കണം, നിൻ്റെ കാര്യം നോക്കണം. നിനക്ക് ബുദ്ധിമുട്ടല്ലേ? ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതാ. ഇങ്ങനെ ആയ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? രണ്ട് വീട്ടിലെ കാര്യങ്ങൾ, വാടക വീട്, ലോണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് നടക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. ഉമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുമ്മ. ഉമ്മക്ക് എന്താ അറിയാനെപ്പറ്റി? ഒന്നും അറിയാതെ ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞോളും. നീ അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഇന്നിവിടെ ചിക്കൻ കറി വെച്ചിരിക്കുന്നത് മിന്നുവിന് ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ, അതുകൊണ്ട് ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ. നീ വാ, കറി എടുത്തു തരാം. അത് വേണ്ടടി, ഞാനവിടെ ചമ്മന്തിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. ഇനി ഇതങ്ങോട്ട് കൊണ്ട് ചെല്ലുമ്പം പിള്ളേർ പിന്നെ അത് കഴിക്കത്തില്ല, പിന്നെ അത് വേസ്റ്റായി പോകും. അതുകൊണ്ട് കറിയൊന്നും വേണ്ട. ആ അത് ശരിയാ. ഇപ്പം തേങ്ങയ്ക്കൊക്കെ എന്താ വില? പിള്ളേരല്ലേ ഇങ്ങനത്തെ ഒക്കെ കറിയൊക്കെ, ചിക്കൻ കറിയൊക്കെ കാണുമെന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. ചമ്മന്തിയും വേണ്ട, തോരനും വേണ്ട, ഒന്നും വേണ്ട. വീട്ടിലും അങ്ങനത്തെ തന്നെ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വേറെ ഒരു കറിയും കൂട്ടത്തില്ല. പിന്നെ അതങ്ങ് വേസ്റ്റായി പോകത്തില്ലേടി. അത് വേണ്ട, ഇനി ഒരു ദിവസം വെക്കുമ്പോൾ കൊടുത്താൽ മതി. ഇപ്പോൾ അവൾ ചമ്മന്തിയും തോരനൊക്കെ വെച്ചെന്നല്ലേ പറഞ്ഞത്, അത് മതി. വെറുതെ ആവശ്യമില്ലാതെ ചുമ്മാ കാശില്ലാതെ അവിടുത്തെ ഇവിടുത്തെയും കാര്യങ്ങൾ നോക്കുന്നത്. തേങ്ങയ്ക്കൊക്കെ എന്താ വിലയാ. ഉം. ശരിടി, ഞാൻ പോട്ടെ. അമ്മ ഞാൻ പോവാം. പിന്നെ അവൻ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം ഞാൻ വന്നായിരുന്നു കേട്ടോ. പിന്നെ വരാമെന്ന്. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഉമ്മ എന്തിനമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഓരോരുത്തരും കുത്തി നോവിക്കുന്ന ഉമ്മക്ക് പണ്ടേ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ. അവൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്. പാവം. ആ, കുറച്ചങ്ങോട്ട് വിഷമിക്കട്ടെ. മനഃപൂർവ്വം ഞാൻ പറഞ്ഞതാ. അവർക്ക് ബോധമില്ലെങ്കിലേ മറ്റൊരു പറഞ്ഞെങ്കിൽ ബോധ്യമെങ്കിൽ പെടണ്ടേ. ഇത് എത്രയെന്നും പറഞ്ഞാണ് ഇങ്ങനെ സഹായിക്കുന്നത്? ലോകത്ത് ആർക്കും ഇല്ലേ പെങ്ങളും മക്കളും ഒക്കെ? എടീ, ലോകത്തെ ആദ്യത്തെ കള്ളുടിയന്മാരൊന്നും അല്ല, എത്രയോ ഉണ്ട് കള്ളും കുടിച്ച് നടക്കുന്നവർ. അവരുടെ പെണ്ണുങ്ങൾ ഇങ്ങനെ ആങ്ങളമാരെയും ബന്ധുക്കാരുടെ ഒക്കെ ചെലവ് കഴിയാന്നാ അന്തസ്സായിട്ട് അവർ വേല ചെയ്ത് കുടുംബം പോറ്റുന്നുണ്ട്. ഏ, ഇതെന്തോന്നാ ഇത്? വാടക വീട് പിന്നെ ഇത് കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിള്ളേരെ പഠിപ്പിക്കണം. ഇത് എത്രയെന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കുന്നേ? എനിക്ക് ബോധമൊന്നുമില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുക, അതെന്ത് ബോധമല്ല ഇരിക്കുകയാണ്. ഇപ്പം എല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുക അല്ലേ. ഇനിയിപ്പോൾ വാടക വീടും, ഇനി എന്നാണ് നീ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ഇനിയിപ്പോൾ ആ പെണ്ണ് എത്ര കണ്ട 17 വയസ്സാങ്കണ്ടായില്ലേ. ഇനി ആ പെണ്ണിനെ കെട്ടിക്കൊന്നും വേണ്ടേ? അപ്പോൾ പെണ്ണ് പൈസ എത്രയെന്നും പറഞ്ഞിട്ട് പോയിരിക്കുക. അതിനെന്താ ചെയ്യുന്നത്? ആ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടോടി അവൻ്റെ? എന്ത് വരുമാനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാ? ഏ, ഇതെന്തോന്നാ ഇത്? എല്ലാത്തിനും ഇങ്ങോട്ട് ഓടി വരിക. പെങ്ങളെ സഹായിക്കണ്ടെന്നും പറഞ്ഞൊന്നുമില്ല, ആവശ്യത്തിന്. ഇത് ഇച്ചിരി കടുപ്പം തന്നെ. അതുകൊണ്ട് മനഃപൂർവ്വം തന്നെ പറഞ്ഞ വിഷമിച്ചേക്ക് കണക്കായിപ്പോയി. അല്ല പിന്നെ ഉമ്മ ഇത് എന്താ അറിഞ്ഞിട്ട് ഉമ്മ ഈ സംസാരിക്കുന്നേ? ഉമ്മക്കൊന്നും അറിയത്തില്ല. അവക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല. അവരെ പട്ടിണിക്കിടാനൊന്നും പറ്റത്തില്ലമ്മ. അയാൾ കള്ളും കുടിച്ച് നടക്കുന്നതിന് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ എന്ത് ചെയ്യും? അവൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇവൾ ഓരോ ആവശ്യത്തിന് വരുമ്പോൾ അവൾക്ക് എന്ത് സങ്കടപ്പെട്ടാന്നറിയോ? ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ വരെ ഓർമ്മപ്പെടുത്തുമ്പോഴൊക്കെയാണ് അവൾ ഓരോന്ന് കാര്യം പറഞ്ഞു വരുന്നത്. അയാൾ പല രീതിയിൽ നോക്കിയതാവും നേരെയാക്കാൻ. എവിടെ നേരെയാകാനാ? ബന്ധം ഒഴിയാൻ നോക്കിയിട്ട് അയാൾ അതും സമ്മതിക്കുന്നില്ല. അവൾ പലയിടത്ത് ജോലിക്കും പോയതാണ്, ഒന്നിനും സമ്മതിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരാളും നമ്മൾ മനസ്സിലാക്കണ്ടേ അമ്മ? ദുഷ്ട മനസ്സൊന്നും അല്ലല്ലോ. ഉമ്മ ചിന്തിക്കുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് ചിന്തിക്കാൻ അറിയത്തില്ല. ഉമ്മക്കറിയോ, ഞങ്ങൾക്ക് ഈ വീട് വെച്ചതിൻ്റെ കടം ഉണ്ടായപ്പോഴത്തേക്കും അവിടെ ഷെയറും കൂടെ തന്നിട്ടാണ് ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നത്. അതിനെപ്പറ്റി ഒരു വാക്കോ നോക്കോ അവളൊന്നും പറഞ്ഞിട്ട് പോലില്ല. ഇന്നേ അവർക്ക് ചോദിച്ചിട്ടില്ല. അവളിപ്പോൾ വാടക വീട്ടിലാണ് കിടക്കുന്നത്. എത്ര തവണ അവളെ വിളിച്ചെന്ന് അറിയിക്കാൻ ഞാനും കൂടെ, അവൾ വന്നില്ല. ഇവിടെ ഒന്ന് താമസിക്കടി എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എന്തിനമ്മ കുത്തി നോവിക്കുന്നേ? അവൾക്കിപ്പോൾ ഒരു നേരം കഴിക്കാൻ കൊടുക്കുന്നതോ വാടക വീടിൻ്റെ പൈസ കൊടുക്കുന്നതോ അല്ലെങ്കിൽ പിള്ളേർ പഠിപ്പിക്കുന്നതുകൊണ്ടോ നമുക്ക് എന്ത് നഷ്ടമോ ഉണ്ടാവുന്നത്? എനിക്കും എൻ്റെ മക്കൾക്കും ഒരു കുറവിക്കാൻ വരുത്തിയിട്ടില്ല. അവിടെ അങ്ങനെ തന്നെ. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഉമ്മാക്കാണോ ബുദ്ധിമുട്ട്? ഉമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ എന്നെ ആര് സഹായിക്കും? ഇപ്പം അവർ ഉമ്മയോ അപ്പയും മരണപ്പെട്ടു പോയിരിക്കുക. അപ്പോൾ പിന്നെ എന്തു ചെയ്യും?
നമ്മൾ അതും കൂടെ ചിന്തിക്കണ്ടേ? അമ്മ ഇങ്ങനെയൊന്നും പറയെടുക്കുകയും ചെയ്യരുതമ്മ. മറ്റൊരാളുടെ വിഷമം കണ്ട് സഹായിക്കാനില്ലെങ്കിൽ അവരെ കുത്തി നോവിക്കരുത്. ഞാൻ ഇവിടെ ദുരിതത്തിലൊന്നും അല്ല ജീവിക്കുന്നത്. എന്നെ എൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട്. എനിക്ക് കുശുമ്പൊന്നും ഇല്ലല്ലോ. ഇനി മേലെ കണ്ട് ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത്. പറഞ്ഞു കേട്ടല്ലോ. ഓ, ഇനി ഞാനൊന്നും പറയാൻ വരുന്നില്ല. നിങ്ങൾ കൊടുക്കോ മേടിക്കോ ഒക്കെ ചെയ്യും. നാളെ ഒരു സമയത്തെ ഉമ്മ പറഞ്ഞത് മോൾ ഓർത്ത് ദുഃഖിക്കും. അപ്പൊ എനിക്ക് മനസ്സിലാവും ഉമ്മ എന്താ പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. കേട്ടാ? നീ ഇപ്പൊ കൊണ്ട് കൊടു. ആ, ഇനി ആരും ഒരു കാര്യം തിരക്കാനും വരുന്നില്ല, പറയാനും വരുന്നില്ല. നീയൊക്കെ പഠിച്ചതുപോലെ അങ്ങ് പാട്. ചെല്ലി. ഉമ്മ ഒന്നും പറയണ്ട. ഉമ്മ എന്നെ കാണാൻ വന്നതാണെങ്കിൽ എന്നെ എൻ്റെ മക്കളെ കണ്ടിട്ട് പോയാൽ മതി. ഇവിടുത്തെ ഭാരിച്ച പണികൾ ഉമ്മ നോക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനേ എനിക്കും ഇക്കാക്കും അറിയാം. അതുകൊണ്ട് ഉമ്മ ഇവിടെ ഇരി. ഞാൻ പോയി അവർക്ക് കറി കൊടുത്തിട്ട് വരട്ടെ. അതിനും വിലക്ക് വീണ് ആവശ്യമില്ലാത്തൊക്കെ പറയാൻ എനിക്ക്